കൊച്ചിയിൽ കണ്ടെയ്നർ ലോറിയുമായി പിടിയിലായ അന്തർ സംസ്ഥാന മോഷണ സംഘത്തെ പോലീസ് വിശദമായി ഇന്ന് ചോദ്യം ചെയ്യും. തമിഴ്നാട്ടിൽ നിന്ന് കാർ മോഷ്ടിച്ചത് ATM കവർച്ചയ്ക്കാണെന്നാണ് പോലീസിന്റെ നിഗമനം. തമിഴ്നാട് പോലീസ് കൊച്ചിയിലെ പനങ്ങാട് എത്തിയിട്ടുണ്ട്. പിടിയിലായ രാജസ്ഥാൻ സ്വദേശി 10 മോഷണ കേസുകളിൽ പ്രതിയെന്നാണ് പോലീസ്. ഇന്നലെ ഒരുവൻ ബാത്റൂം പൊളിച്ച് ഇറങ്ങി രക്ഷപ്പെട്ടിരുന്നു. പക്ഷേ നാട്ടുകാർ പിടികൂടി വീണ്ടും പോലീസിൽ ഏൽപ്പിച്ചു. ഇവരൊക്കെ തന്നെ പ്രൊഫഷണൽ മോഷ്ടാക്കളാണെന്നാണ് നമുക്കറിയുന്നത്. തിരുട്ട് ഗ്രാമത്തിൽ നിന്ന് വന്ന മോഷ്ടാക്കളെ പോലെ തന്നെ രാജസ്ഥാനിലെ തിരുട്ട് കുറ്റികളാണ് ഇവരെന്നാണ് മനസ്സിലാക്കുന്നത്. തമിഴ്നാട്ടിലെ ഗുരുവാരപ്പള്ളിയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു. അതേപോലെ കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷും. എന്താണ് ഈ ഗുരുവാരപ്പള്ളിയും ഈ മോഷണ സംഘവും തമ്മിലുള്ള ബന്ധമെന്ന് ശ്രീജിത്ത് തന്നെ പറയും. ഗുഡ് മോർണിംഗ് ശ്രീജിത്ത് ആൻഡ് വിഷ്ണു സുരേഷ്. പറയൂ ശ്രീജിത്ത്, ഗുരുവാരപ്പള്ളിയും ഈ സഹോദരങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്? ഗുഡ് മോർണിംഗ് SKN. ഈ ഗുരുവാരപ്പള്ളിയിൽ വെച്ചാണ് ഈ ഒരു ഈക്കോ വാഹനം ഇവർ മോഷ്ടിക്കുന്നത്. അതവർ നേരത്തെ കണ്ടുവച്ചതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 14-ാം തീയതി രാത്രി ഒരു 11:45 ഈ ഒരു സ്ഥാപനത്തിലേക്ക്, ഒരു കമ്പനിയിലേക്ക് ആളുകളെ കൊണ്ടുവിടുന്ന ഒരു വാഹനമായിരുന്നു ഒരു ഈക്കോ വാഹനം. അത് ഗുരുവാരപ്പള്ളി പോലീസ് സ്റ്റേഷന്റെ ഏറ്റവും അടുത്ത പ്രദേശം, ഒരു 100 മീറ്റർ പോലും ഇല്ല, 50 മീറ്റർ അപ്പുറത്ത് വെച്ചാണ് ഈ ഒരു ഈക്കോ വാഹനം കാർ ഇവർ മോഷ്ടിക്കുന്നത്. ശേഷം ഇവർ കൃഷ്ണഗിരി ടോൾ ഗേറ്റ് കടന്ന് പോകുന്നു. പക്ഷേ എന്തോ ഒരു ചെറിയ പ്രശ്നം അവിടെ ഉണ്ടായെന്ന് തോന്നുന്നു. ആ കവർച്ച അല്ലെങ്കിൽ പോലീസ് ഈ ഒരു അന്വേഷണം നടത്തുന്നുവെന്ന് അവർക്ക് മനസ്സിലായതോടുകൂടി ഈ വാഹനം പെട്ടെന്ന് തന്നെ ഉപേക്ഷിക്കുകയായിരുന്നു. സാധാരണ നമ്മൾ പോലീസിനോട് സംസാരിച്ചപ്പോൾ മുൻപ് മേവാത്ത് സംഘം, നേരത്തെ SKN പറഞ്ഞ തിരുട്ട് സംഘം, അവരുടെ ഹരിയാനയിലെ പേരാണ് മേവാത്ത് ഗ്രാമം. ആ മേവാത്ത് സംഘം എന്നാണ് അവർ അറിയപ്പെടുക. സ്വാഭാവികമായി ആ മേവാത്ത് സംഘം ഇത്തരത്തിൽ വാഹനങ്ങൾ, ഈക്കോ വാഹനങ്ങൾ മോഷ്ടിച്ച് ATM കവർച്ച നടത്തി തൊട്ടപ്പുറത്തെ പ്രദേശത്ത് അത് ഉപേക്ഷിച്ച് ഈ കണ്ടെയ്നറിൽ രക്ഷപ്പെടുകയാണ് പതിവ്. ഏതായാലും പോലീസിന് ഉടൻ തന്നെ വിവരം ലഭിച്ചു. ഉടൻ തന്നെ ഇവിടുത്തെ DYSP കൃഷ്ണഗിരി, നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഗുരുവാരപ്പള്ളി ഉൾപ്പെടുന്ന കൃഷ്ണഗിരിയിലെ DYSP മുരളി, അദ്ദേഹത്തോട് നമ്മൾ ഇന്നലെ സംസാരിച്ചിരുന്നു. അദ്ദേഹം തൃശ്ശൂരിലെ അദ്ദേഹത്തിന്റെ സുഹൃത്തായ DYSPക്ക് ഈ ഒരു വിവരം കൈമാറുന്നു. അദ്ദേഹം പിന്നീട് കൊച്ചിയിലും തൃശ്ശൂരും ഒക്കെ വലിയ അലേർട്ട് നൽകുന്നു. ഇവിടുത്തെ കൃഷ്ണഗിരി SP കൊച്ചി DCPയെ ഫോണിൽ ബന്ധപ്പെടുന്നു. അങ്ങനെയാണ് പനങ്ങാട്ടേക്ക് ഈ ഒരു ഇൻഫർമേഷൻ പോകുന്നത്. അവിടെ വെച്ചാണ് പിടികൂടുന്നത്. എന്തായാലും ഈ പ്രതികൾ ഒരുപക്ഷെ എന്തോ ഒരു ചെറിയ ഭാഗ്യം കൊണ്ടാണ് ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ATM കവർച്ച നടത്താതെ പോയതെന്നാണ് ഇവിടുത്തെ പോലീസ് പറയുന്നത്. എന്നാലും ഇവിടുത്തെ ഗുരുവാരപ്പള്ളി സർക്കിൾ ഇൻസ്പെക്ടർ അടക്കമുള്ള 3 അംഗ സംഘം ഇപ്പോഴും കൊച്ചി പനങ്ങാട് തുടരുന്നുണ്ട്. അവർക്ക് ചില ചോദ്യങ്ങളുണ്ട്. ഇവിടെ മുൻപ് സമാനമായ രീതിയിൽ ഈ സ്റ്റേഷൻ ലിമിറ്റിൽ, അതായത് ഗുരുവാരപ്പള്ളി സ്റ്റേഷൻ ലിമിറ്റിൽ തന്നെ ഒരു ATM കവർച്ച 2024 നടന്നിരുന്നു. ആ ATM കവർച്ചയിൽ ഏതാണ്ട് 20 ലക്ഷം രൂപയോളമാണ് നഷ്ടപ്പെട്ടത്. ആ പ്രതികളെല്ലാം പിടികൂടി. അവരും ഇത്തരത്തിൽ മേവാത്ത് സംഘമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസിന് കുറെ ചോദ്യങ്ങളുണ്ട്. കേരള പോലീസ് ഇപ്പോൾ അവരെ റിമാൻഡ് ചെയ്യും, അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. പക്ഷേ ഈ തമിഴ്നാട് പോലീസിന് കൂടി കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുണ്ട്. അവർക്കും കുറെ ചോദ്യങ്ങളുണ്ട്. അവർക്കും ഇവിടെ തെളിയാതെ കിടക്കുന്ന കുറെ കേസുകളുണ്ട്. സമാനമായ രീതിയിൽ കുറെ പ്രതികളെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കാനുണ്ട്. എന്തായാലും അതും ഇക്കാര്യത്തെക്കുറിച്ച് അവരും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. ഈ മേവാത്ത് സംഘത്തിന് കൂടുതൽ കേസുകൾ തമിഴ്നാട്ടിലും ഉണ്ടാകുമെന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. SKN. ഗുരുവാരപ്പള്ളിയിൽ നിന്നാണ് ശ്രീജിത്ത് ശ്രീകുമാരൻ നമുക്കൊപ്പം ചേർന്ന്. ഇനി വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, ഈ പനങ്ങാട് പോലീസ് സ്റ്റേഷനിലാണല്ലോ ഇപ്പോൾ ഈ രാജസ്ഥാനിലെ ഈ മോഷ്ടാക്കൾ ഉള്ളത്. കൂടുതൽ ചോദ്യം ചെയ്യും. പോലീസിൻ്റെ പുതിയ നീക്കം എന്താണ്? SKN, ഗുഡ് മോർണിംഗ്. ഇവരെന്തിന് കേരളത്തിലേക്ക് എത്തി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പനങ്ങാട് പോലീസ് ഉള്ളത്. കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ, പ്രത്യേകിച്ച് കൊച്ചിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മോഷണം പദ്ധതി ഇട്ടിട്ടാണോ ഇവർ വന്നത് എന്നുള്ളത് കണ്ടെത്തണം. ഇന്നലെ അങ്ങനെ പൂർണ്ണമായും ചോദ്യം ചെയ്യാൻ പറ്റിയിരുന്നില്ല. കാരണം ഇന്നലെ അതിലൊരു പ്രതി ചാടിപ്പോവുകയും പിന്നീട് പോലീസ് അതിസാഹസികമായ ആളെ പിടികൂടുകയൊക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ചോദ്യം ചെയ്യൽ, പൂർണ്ണമായ തോതിലേക്ക് ചോദ്യം ചെയ്യാൻ പറ്റിയിരുന്നില്ല. ആദ്യഘട്ടത്തിൽ ഇവർ പ്രാദേശിക ഭാഷ സംസാരിച്ച് പോലീസിനെ കബളിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. പിന്നീട് ഏറ്റവും ഒടുവിലാണ് ഇവർക്ക് ഹിന്ദി അറിയാം എന്നൊരു കാര്യത്തിലേക്ക് പോലീസ് എത്തുകയും അപ്പോഴേക്കും ഇന്നലത്തെ ഒരു ദിവസം ഒരു ഡിലേ വന്നിരുന്നു. ഇന്ന് ഇവരെ പൂർണ്ണമായും ചോദ്യം ചെയ്യാൻ പറ്റുമെന്നാണ് പോലീസിന്റെ ഒരു വിലയിരുത്തൽ. എന്തിന് കേരളത്തിലേക്ക് എത്തി എന്ന് കണ്ടെത്തണം. ഇവർ പറഞ്ഞത് AC വിൽപ്പനയ്ക്ക് വേണ്ടി എത്തിയെന്നാണ്. പക്ഷെ അത് പോലീസ് പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല. AC വിൽപ്പനയ്ക്ക് വേണ്ടി എത്തി, അതിനുശേഷം തിരികെ പോകുമ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും മോഷണം നടത്തി പോകാനുള്ള ഒരു ഉദ്ദേശമാണ് എന്നാണ് പോലീസിന്റെ ഒരു വിലയിരുത്തൽ. ഈ 3 പേർക്കും ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്ന കാര്യത്തിൽ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പല ആളുകൾക്കും 10-ലധികം കേസുകളുണ്ട്. മോഷണവും അതോടൊപ്പം തന്നെ കൊലപാതക ശ്രമം അടക്കമുള്ള കേസുകളെ പ്രതിയാണ്
പ്രതികളെയാണ് ഇന്നലെ പിടികൂടിയത്. പനങ്ങാട് പോലീസിന്റെ വളരെ കൃത്യമായ ഒരു ഇടപെടൽ ഈ പ്രതികളെ പിടികൂടുന്നതിൽ ഉണ്ടായെന്നുള്ളത് ഒരു തർക്കവുമില്ലാതെ പറയാം. ആ പ്രതി ചാടിപ്പോയ പ്രതിയെ കൂടി നിസ്സാര സമയത്തുള്ളിൽ തന്നെ പിടികൂടാൻ സാധിച്ചിട്ടുണ്ട്. ഈ ATM-കൾ കേന്ദ്രീകരിച്ച് ഏതെങ്കിലും ഒരു മോഷണമാണോ ഇവർ ഉദ്ദേശിച്ചത്, അതിനുവേണ്ടിയാണോ കണ്ടെയ്നറുമായി എത്തിയത് എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പനങ്ങാട് പോലീസ് ഉള്ളത്. ഇന്ന് പ്രതികളെ കോടതിയിൽ ഹാജരാക്കും, റിമാൻഡ് ചെയ്യും. അതിനുശേഷം പനങ്ങാട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. പക്ഷേ തമിഴ്നാട് പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് ഇനി ഈ പ്രതികളെ കസ്റ്റഡിയിൽ വേണമെങ്കിൽ അവരും കോടതിയെ സമീപിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ നടപടി, സാങ്കേതികമായി ആ നടപടിയിൽ കുറച്ച് വ്യക്തത വരാനുണ്ട്. SK. ഓക്കെ, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.